ഉം. പക്ഷെ നമുക്കൊരു ഇത് ഈ ഫീൽഡിനകത്തുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത്. ഇപ്പൊ തന്നെ ഒരു മനസ്സിലായില്ലേ? ചാനലില് സീരിയൽ ചെയ്ത് ഇത്രയും നല്ല റേറ്റിംഗ് കൊടുത്ത ഒരാളാണ്. അപ്പം ആ ചാനലില് ആ സീരിയൽ എനിക്കൊന്ന് സെക്കൻഡ് ഹീറോയിൻ ആയിട്ട് നിന്നയാളല്ലേ. ആ, ഏത്? ആ, ആ ആ, ഇപ്പം ഞാൻ ഉം, ചാനലിന്റെ പേര് പറയുന്നില്ല. ആ. എന്നിട്ട് ആ ചാനലിൽ നല്ല ഒരുപാട് എപ്പിസോഡ് നല്ല റേറ്റിംഗിൽ പോയിട്ട് ആ ചാനലിൽ സീരിയലിന്റെ ഒരു ഇവന്റ് പോലെ ഇപ്പോഴും ഇപ്പൊ വന്നിട്ട് അത് ചേച്ചി ഒന്ന് അവര് ആലോചിക്കണം. വിളിച്ചിട്ടില്ല. ഇപ്പോഴുള്ള സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. അവര് എല്ലാരും വിളിച്ചു, ഇവര് വിളിച്ചില്ല. കുറച്ചുപേരെ വിളിച്ചിട്ടില്ല. എന്താ കുറച്ചു പേരെന്നല്ല, ഞങ്ങളെ എന്നെയും എന്റെ പേരായിട്ട് ചെയ്ത ആളെ മാത്രം വിളിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കും? എനിക്കറിയാൻ വയ്യ. അറിയത്തില്ല. ഒന്നെങ്കിൽ ആ ലൊക്കേഷനിൽ മോശപ്പെട്ട ഒരാളാണെങ്കിൽ ഓക്കെ, അവൻ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അവിടെ ഭയങ്കര തരികടയാണ്. അങ്ങനെ ഒരാളല്ല ജീവൻ. ഞാൻ നോക്കുകയാണെങ്കിൽ ജീവനെ പറ്റി ലൊക്കേഷൻ എല്ലായിടത്തും ഭയങ്കര നല്ല അഭിപ്രായമാണ്. വന്നു കഴിഞ്ഞാൽ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ അവൻ സീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അടുത്ത് എത്ര പേര് പറയും, നീ ഇവിടെ കിടന്ന് ഭയങ്കര ചറപ്പറ. പക്ഷെ ജീവൻ എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ജീവൻ ലൊക്കേഷനിൽ സീൻ കഴിഞ്ഞ് നേരെ എവിടെ ഒന്നെങ്കിൽ അവൻ കാറിൽ പോയിരിക്കും, ഇല്ലെങ്കിൽ വേറെ ഒരു സൈഡിൽ ഇരുന്ന് ഉറങ്ങും. അങ്ങനെയാണ് അവൻ നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പറയും. എല്ലാ ലൊക്കേഷനിലും എവിടെ ഇനിയിപ്പോ എന്റെ കൂടെ അഭിമുഖി ചെയ്യാൻ വരുമ്പോ പോലും സീൻ കഴിഞ്ഞിട്ട് അവൻ എവിടെയെങ്കിലും പോയി സ്ക്രിപ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കാറിനകത്ത് പോയിരിക്കും ചൂട് കാരണം. അങ്ങനെയാണ്, ഒരു ശല്യം ഒന്നുമില്ല. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് നിന്നെ ആ പ്രോഗ്രാമിന് വിളിച്ചില്ല, നിന്നെ എന്താ അവോയ്ഡ് എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ ചിലപ്പോ അന്വേഷിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ചോദിച്ചു. ആ. ഞാൻ ചോദിച്ച സമയത്ത് അവര് തന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പ്രൊഡക്ഷൻ സൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വിളിച്ചില്ല. അതായത് സീരിയലുകാർ വിളിക്കാതിരുന്നത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, സോറി ഞങ്ങൾ അത് വിട്ടുപോയതാണ് ജീവ, അങ്ങനെ അതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു സീരിയലില് ഇത്ര എപ്പിസോഡുകൾ നല്ല രീതിയിൽ ചെയ്ത ഒരു ഇതാണ്. അപ്പൊ ഇത് ചാനൽ വൈസ് എന്നുള്ള ആളുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ ചെയ്ത ഒരാളാണ്. അപ്പം ഒരു 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 കുറച്ചെങ്കിലും ഒരു ഇത് നമ്മുടെ അടുത്ത് ഒരു മര്യാദ കാണിക്കേണ്ടത്, നമ്മൾ രണ്ടുപേരും വിളിക്കാന്നുള്ളത്. ഒന്നും വേണ്ട നമുക്ക് വേറെ ഒരു രീതിയിൽ നമുക്ക് അവാർഡിന് വേണ്ടി വിളിക്കേണ്ട, അല്ലെങ്കിൽ വേറെ ഒന്നിനും പെർഫോമൻസിന് ഒന്നിനും വേണ്ടി വിളിക്കണം. പക്ഷെ ഒന്ന് ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം നടപ്പുണ്ട്. ഇത് ഞങ്ങൾ അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ഇൻസ്റ്റയിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഇതിന്റെ ഓരോ റീലുകളും പോസ്റ്റുകളും വന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നത്. വേദന ഉണ്ടാവും ശരിക്കും. ഭയങ്കര വേദന. നമ്മളങ്ങനെ ശരിക്കും അവരെ അവോയ്ഡ് ചെയ്തു വളരെ അങ്ങനെ clear ആരെയും ആയിട്ട് നമുക്ക് അല്ലേ അങ്ങനെ കാണാൻ പാടില്ല ആ. ആരെയും. അപ്പൊ അതിനകത്ത് എന്നിട്ടും പിന്നെ ജീവൻ അവരെ കാണുകയും പിന്നെയും അവരുടെ കൂടെ ഒരു യാത്രയൊക്കെ എന്ന് പറയുമ്പോൾ അത് അത്ര ഈസി ആയിരുന്നോ നേരത്തെ പോലെ തന്നെ? അല്ല, ഞാൻ പിന്നീട് അങ്ങനെ കണ്ടിട്ടില്ലേ ചേച്ചി അവരെ. ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന സംഭവം പറയുന്നത്. ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ പിന്നെ കാണേണ്ടി വന്നിട്ടില്ല. ഇല്ല, പിന്നെ അങ്ങനെ ആ കാണേണ്ടി ചാനലിന് വന്നിട്ടില്ല. വേണ്ടി ഒരുപാട് പ്രോഗ്രാമിനും ഡാൻസിനും സ്കിറ്റ് അല്ലേ, എന്തൊക്കെ പ്രോഗ്രാമിനെ പോയാ. എല്ലാം ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നെന്ന് പറയുന്നത് എന്തോ ഒരു ഒരു ഗ്രൂപ്പിസ്റ്റിന്റെയോ ഈഗോ ടീം ഉണ്ട് മൊത്തത്തിൽ. ഈഗോ അല്ലേ? ടീം ഭയങ്കരമായിട്ടുണ്ട്. വേറെ എന്തൊക്കെയോ നമ്മൾ എത്രത്തോളം ജെനുവിൻ ആയിട്ട് നിന്നാലും നമുക്ക് അത്രയും തന്നെ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് നമുക്ക് എപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ നിന്നും റിസൾട്ട് കിട്ടണമെന്നില്ല. ഇല്ല ഇല്ല. അതിന് വേണ്ടത് വേറെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങൾ അങ്ങനെയും കൂടെ കളിക്കാൻ ഇപ്പൊ നിന്നാലേ. നേരത്തെ ഒരു കാര്യം ഇവള് പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന. ഇത് എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു സെറ്റിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയപ്പോ എന്റെ അടുത്ത് ഈ സിനിമയുടെ ഡയറക്ടർ എന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ്, പക്ഷെ എനിക്കിത് അറിയത്തില്ല ഇതെങ്ങനെ. മറ്റേതല്ലേ ആ ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആളുടെ പേരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയത്തില്ല. എനിക്ക് മോശമായിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ പുള്ളി ഒരു ഗേ ആയിരുന്നു. ടച്ചിങ്ങിലും എല്ലാം അങ്ങനത്തുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് എന്താണ്, ചിലപ്പോ എന്റെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു മോൻ എന്നുള്ള രീതിയിലായിരിക്കും പുള്ളി കാണുന്നത്. നിനക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? +2 പഠിക്കുന്ന സമയത്ത്, +2 +1 പഠിക്കുന്ന സമയത്ത്. ഓക്കെ. അപ്പൊ എനിക്ക് ഫസ്റ്റ് അനുഭവമാണ് എന്റേത്. ഓക്കെ. അപ്പൊ നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല, എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പിന്നെ ഇപ്പോഴൊക്കെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ആലോചിക്കുമ്പോഴാണ്, അയാൾ അന്ന് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് വളരെ ആ ഒരു രീതിയിലാണ് പുള്ളി ചെയ്തത്. അപ്പൊ അത് എന്താ പറയണ്ട, അതൊരു വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞു. അത് പുള്ളി വേറെ ആൾക്കാരുടെ അടുത്തും അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പൊ എന്റെ അടുത്തും അങ്ങനെ ആയിരുന്നു പുള്ളി. അത് ഇവർക്ക് മാത്രമല്ല, ലേഡീസിന്റെ കാര്യം മാത്രമല്ല, ലേഡീസിനാണ് കൂടുതൽ സംഭവിക്കുന്നത്. പക്ഷെ മറ്റേതും ഉണ്ട്, നമ്മളും പറയാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഈ പറയാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആണുങ്ങളിൽ പറയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, മിണ്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞേനെ. ഇനി അങ്ങനത്തെ ഒരു അനുഭവം വന്നപ്പോ ഉറപ്പായിട്ട് പറയുകയും ചെയ്യും, പ്രതികരിക്കുകയും ചെയ്യും. ആ ടൈമിൽ പ്രതികരിക്കണം. ആ ടൈമിൽ പുറത്താക്കിയാലും വേണ്ടില്ല, പ്രതികരിക്കും. അപ്പൊ ഇവരെല്ലാവരും നിങ്ങൾക്ക് എല്ലാവരും ഇത്രയും പാഷനേറ്റ് ആയിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. വേറൊന്നും ഒരുപക്ഷെ ചെയ്യാൻ അറിയില്ല. ഇഷ്ടം കൊണ്ട് പോകുന്നവരും ഉണ്ടാക്കാം. അത് വേറെ, അവരെ നമുക്ക് ബ്ലെയിം ചെയ്യാം. അത് അവര് വില്ലിംഗ് ആയിട്ട് അവർ പോകുന്ന ആൾക്കാരാണ്. അത് ഒബ്വിയസ്ലി അങ്ങനെ പോയിട്ടും കംപ്ലൈന്റ് കൊടുക്കുന്നവരും ഉണ്ട്. അതെ, അവരാഗ്രഹിച്ചത് കിട്ടാത്തപ്പോൾ അവരോട് കംപ്ലൈന്റ് ചെയ്യും. അതും നടക്കുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അവര് എന്തായിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർ ഒരുപാട് ഇഷ്ടത്തോടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നും അവർ അത് കഴിയുമ്പം ഇങ്ങനത്തെ ഒരു ചീത്ത ഒരു അനുഭവം അവർ കിട്ടുമ്പോഴേ
ചിലർക്ക് വേറൊന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇതങ്ങ് നേരത്തെ അനു പറഞ്ഞില്ലേ, സഹിച്ചും ക്ഷമിച്ചും അങ്ങ് ഇതായി പോവാണെന്ന്. അങ്ങനെ അങ്ങനെ ഇതിന്റെ ഒരു വിക്ടിമായി പോകുന്നവര് ഇപ്പൊ നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ ഒരുപാട് പേര്. അങ്ങനെ ഇപ്പൊ കാണുമായിരിക്കും, ഉറപ്പായിട്ടും കാരണം ആ കുട്ടികൾക്ക് കടിച്ചു പറിച്ചിട്ട് എന്നാലും എനിക്കിത് നടക്കണം, ഇതിനു വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും വരുന്നത്. അപ്പൊ അവരോട് എന്താ ഇപ്പൊ നിങ്ങളുടെ ഒരു ഇത്രയും നല്ല, നിങ്ങൾ ഇപ്പൊ ഭയങ്കര ബോൾഡായിട്ടാ നിൽക്കുന്നത്, അപ്പൊ അങ്ങനെ അവളോട് നിങ്ങൾക്ക് എന്തൊരു മെസ്സേജാ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഈ പറയുന്ന പോലെ സീരിയൽ കഴിഞ്ഞതിന് ശേഷം സീരിയൽ കഴിഞ്ഞ സമയത്ത് സിനിമയാണെങ്കിൽ എന്ത് പ്രോഗ്രാം ആണെങ്കിലും കഴിഞ്ഞ സമയത്ത് ഈ വണ്ടിയുടെ പ്രശ്നം, അതൊന്ന് ലേറ്റ് ആയിട്ട് വിടുന്നത്, കൊണ്ടാക്കുന്നത്, വഴി ഇറക്കി വിടുന്നത്, അങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോ ഞാന് പ്രതികരിക്കാൻ പോകത്തില്ല. ഞാൻ പിറ്റേ ദിവസം ചേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പോയത്, ഞാനും അമ്മയും കൂടി ഇങ്ങനെയാണ് വണ്ടി കയറിയാണ് പോയത് ചേട്ടാ, അതുകൊണ്ട് രാവിലെ ഇന്ന സമയത്ത് 6 മണിക്ക് എത്തണമെന്ന് പറയുകയും ചെയ്യും. കൊണ്ടാക്കുന്നത് 11 മണിക്കും 12 മണിക്കും, വീട്ടിൽ എത്തുന്നത് 1 മണി 2 മണി, കുളിച്ച് റെഡിയായി ഉറങ്ങുമ്പോ 3 മണി, അതിനിടയ്ക്ക് ഞാനും ഉറങ്ങത്തില്ല, അമ്മ പിന്നെ ചെറുതായിട്ടൊന്നും ഉറങ്ങും, അത്ര തന്നെ. പിന്നെ വീണ്ടും 5 മണിക്ക് എണീറ്റാണ് നമ്മൾ പോകുന്നതൊക്കെ. അപ്പൊ ഞങ്ങള് അപ്പൊ എന്റെ മനസ്സിൽ പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ അവർ കട്ട് ചെയ്ത് കളയും, അവരിങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. അതെ അതെ, എന്തിനാ അതിന്റെ ആവശ്യം ഇല്ല. നമ്മളെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവം എന്നായില്ലെങ്കിൽ നമുക്ക് കിട്ടും. അപ്പം ഇനി നമുക്ക് അങ്ങനെ ഇങ്ങനത്തെ ഒരു ഇപ്പോഴൊക്കെ കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ കണ്ടതാണ്, പറയും 7 മണിക്ക് എത്തണം, അനുല്ല ഈ കുട്ടി മോക്ക് 7 മണിക്കാണ് ഫസ്റ്റ് സീൻ വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോ ഈ കുട്ടി പോയിട്ട് വരുന്നത് കൊല്ലത്തുനിന്നാണെന്ന് വിചാരിച്ചു. ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ പറയും, സോറി ചേട്ടാ എനിക്ക് 7 മണിക്കൊന്നും എത്താൻ പറ്റത്തില്ല ചേട്ടാ, ഒരു 8-8:30, കാരണം എനിക്ക് ബസ് അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളൂ, അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എത്തുമ്പോ അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ 7:30, ലൊക്കേഷൻ വരുമ്പോൾ ഇത്ര സമയമായിരിക്കും ചേട്ടാന്ന് പറയും. അപ്പൊ ഉടനെ ആ മനുഷ്യൻ എന്താ വിജയിക്കുന്ന അറിയാം, പുതിയ കുട്ടിയല്ലേ, ഓ ഇത് അഹങ്കാരമാണല്ലോ, ജാടയാണല്ലോ, ഇത് മാറ്റാൻ സമയമായി. അങ്ങനെ 7 മണിക്കെന്ന് പറയുമ്പോ അങ്ങനെ എത്തിയ സമയം നമുക്കുണ്ടായിരുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സിറ്റുവേഷൻ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ മനസ്സിലാക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. ജീവൻ പറഞ്ഞ അത് പറയൂ. നമുക്ക് അല്ല, നമുക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്റെ വീട് കടക്കല. അപ്പൊ പണ്ട് ഈ ഷൂട്ടിന് വരുന്ന എല്ലാം എന്റെ അച്ഛനായിരുന്നു കൂടെ വന്നോണ്ടിരുന്നത്. ഞാനും അച്ഛനും കൂടെയാണ് എല്ലായിടത്തും പോകുന്നത്. എനിക്ക് ഷൂട്ടുള്ള സമയത്ത് അച്ഛൻ ബാങ്കിൽ നിന്ന് ലീവ് എടുത്ത് അങ്ങനെ വരുമായിരുന്നു. അപ്പൊ സീരിയലിലൊക്കെ പോകുന്ന സമയത്ത് അവര് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സീരിയൽ ഷൂട്ട് ചെയ്ത് ഒരു 10 മണി വരെ അല്ലെങ്കിൽ 11 മണി വരെ ഷൂട്ട് കാണും. അപ്പൊ അത് കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടെ തമ്പാനൂര് വന്ന് അവിടുന്ന് ബസ് കയറി, ഇപ്പൊ നേരത്തെ അവള് പറഞ്ഞു നടക്കും, ഞങ്ങള് അവിടുന്ന് ബസ് കയറിയാണ് ഈ നിലമേൽ വന്നിറങ്ങി, അവിടുന്ന് പിന്നെ അടുത്ത വണ്ടി പിടിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോക്കാണ്. പക്ഷെ ഇവർക്ക് അതൊന്നും മനസ്സിലാക്കണ്ട, അവർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇവർക്ക് പറഞ്ഞ സമയത്ത് അവിടെ എത്തി. മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് അനുമോൾ. സീരിയലിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ അനുമോളെ നമുക്ക് അറിയാമെങ്കിലും ബിഗ് ബോസിൽ എത്തിയപ്പോഴാണ് താരം കൂടുതൽ പ്രേക്ഷക പ്രീതി നേടിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം അനുമോളുടെ ഒരു പഴയ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂവിനിടെ സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുന്ന അനുമോളുടെ വീഡിയോ ആണിത്. എന്താണ് സംഭവം എന്നാണ് ആരാധകർ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഉറ്റുനോക്കുന്നത്. മറ്റൊന്നുമല്ല, ശബരിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് അനുമോൾ പൊട്ടിക്കരയുന്നത്. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായിരുന്നു ശബരി. പെട്ടെന്നൊരു ദിവസമാണ് ശബരി നമ്മളെല്ലാം വിട്ട് പിരിഞ്ഞത്. ആ വേദന ഇന്നും അദ്ദേഹത്തിന് ഉറ്റ സുഹൃത്തുക്കൾ ഉൾക്കൊണ്ടുവരുന്നതേയുള്ളൂ. ആരും ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല ശബരി തങ്ങളെ വിട്ടു പോയി എന്ന്. ശബരിക്ക് പകരം ആ നടനെ മാറ്റി മറ്റൊരു നടൻ വന്നു എന്നേ ഉള്ളൂ എന്നാണ് അനുമോളും പറയുന്നത്. ശബരിയെക്കുറിച്ചുള്ള ചോദ്യം കേട്ടപ്പോൾ തന്നെ അനുമോൾ പൊട്ടിക്കരയുകയാണ്. തങ്കച്ചനെ കുറിച്ചുള്ള ചോദ്യത്തിനും അനുമോൾ മറുപടി പറയുന്നുണ്ട്. അതേസമയം ബിഗ് ബോസിന്റെ വിജയിയായി ആ വിജയ കിരീടം അണിഞ്ഞുകൊണ്ടാണ് അനുമോൾ തിരികെ ഇറങ്ങിയത്. വലിയൊരു ആരാധക വൃന്ദം തന്നെ താരത്തിനുണ്ടെന്ന് ഇതിലൂടെ എല്ലാവർക്കും വ്യക്തമായി മാറിയിരുന്നു. പിന്നീട് എന്നാൽ താരം എപ്പോഴും ഒരു കുലസ്ത്രീ ഇമേജുള്ള നടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ തന്റെ നേർക്ക് വരുന്ന കാര്യങ്ങളെല്ലാം അത്ര ലാഘവത്തോടെ കാണുന്ന ഒരാളൊന്നുമല്ല അനുമോള്. എപ്പോഴും തൻ്റെ ഇമേജിനെ കുറിച്ച് അത്യാവശ്യം കോൺഷ്യസ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. ഡ്രസ്സിങ്ങിലാണെങ്കിലും ഒക്കെ അനുമോളെ അനുകരിക്കുന്ന ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഒരുപാട് ബോറായിട്ടൊന്നും ഡ്രസ്സ് ചെയ്യുന്ന ഒരാളല്ല അനുമോൾ. തൻ്റെ ശരീരം ഒരുപാട് പ്രദർശിപ്പിച്ച് വസ്ത്രം ചെയ്യാനോ അങ്ങനെ നടക്കാനോ ഒന്നും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അനുമോൾ. എന്നാൽ അനുമോളുടെ ചില ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായി മാറിയിരുന്നു. ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം നിരവധി ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ അനുമോൾ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ചിത്രങ്ങളെല്ലാം വൈറലായി മാറാറുമുണ്ട്. അങ്ങനെ ഒരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മുതൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയും സീരിയൽ നടിയുമായ അനുമോളുടെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി.
കുടുംബത്തോടൊപ്പം റിസോർട്ടിൽ വെക്കേഷൻ ആസ്വദിക്കാൻ പോയപ്പോഴുള്ളതാണ് ഈ ചിത്രങ്ങൾ. സ്ലീവ്ലെസ്സും ഷോർട്സും എല്ലാം ധരിച്ചു നിൽക്കുന്ന അനുവിനെ ഫോട്ടോകളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പോസ്റ്റ് പെട്ടെന്ന് തന്നെ വൈറലായി. കാരണം ഇങ്ങനെ ഒരു ലുക്കിൽ അനുമോളെ നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. കാരണം ഭയങ്കരമായ ഒരു മോഡേൺ, അൾട്രാ മോഡേൺ ഡ്രസ്സ് എന്ന് അനുമോളുടെ പക്ഷത്തിൽ വേണമെങ്കിൽ പറയാം. കാരണം പല താരങ്ങളും അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാറുണ്ടെങ്കിലും അനുമോളുടെ ഭാഗത്ത് നിന്നാരും അങ്ങനത്തെ ഡ്രസ്സൊന്നും കണ്ടിട്ടില്ല. അനുമോൾ എപ്പോഴും നമ്മുടെ വീട്ടിലെ കുട്ടി, അങ്ങനെ ഒരു ഇമേജ് ഉള്ള ഒരു ആളാണ്. പെട്ടെന്ന് ഈ ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ഇട്ട ഫോട്ടോ കണ്ടപ്പോൾ ആരാധകർക്കും അതങ്ങ് ദഹിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ പോസ്റ്റ് വൈറലായപ്പോൾ താരം ബിഗ് ബോസിലായിരുന്നപ്പോൾ വോട്ട് നൽകി പിന്തുണച്ചവരെല്ലാം വിമർശിച്ചെത്തി. എന്നാൽ അവരെല്ലാം അമ്മാവന്മാർ, അമ്മായിമാർ എന്ന് വിളിച്ച് പരിഹസിക്കുകയാണ് അനു ചെയ്തത്. അനുവിന്റെ ഒരു പഴയ നിലപാടുകളെ ഇപ്പോഴത്തെ വസ്ത്രധാരണത്തെയും കുറിച്ച് നിരവധി പേരാണ് കമന്റ് ചെയ്തുകൊണ്ടും ഒക്കെ എത്തിയത്. നിരവധി വിമർശനങ്ങളും ഉണ്ടായി. ബിൻസി ക്ലീവേജ് കാണിച്ചപ്പോൾ ലഹള സൃഷ്ടിച്ച അനു ഇന്ന് തുട കാണിക്കുന്നു എന്നാണ് നിരവധി ആളുകൾ അനുവിനെ വിമർശിച്ച് പറഞ്ഞത്. ഷെഫീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അനുമോളെ പിന്തുണച്ചത് അബദ്ധമായി തോന്നുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്തത് കുലസ്ത്രീ പരിവേഷമുള്ളത് കൊണ്ടാണ്. ഒരു നല്ല കൊച്ചു ഫീൽ അനുവിനെ കുറിച്ചുണ്ടായിരുന്നു. അത് മാത്രമല്ല, വിക്റ്റിമായിരുന്നു. അനു വിക്ടിം കാർഡ് ഇറക്കിയതാണെന്നൊക്കെ ഇപ്പോൾ ആരാധകർ പറയുന്നുണ്ട്. ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അനു വൃത്തിയിലും മെനയിലും നടന്നു. രാജകുമാരി പരിവേഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പഴയ കോലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടാലേ സ്വതന്ത്രരാവുകയുള്ളൂ എന്നാണോ, സൗന്ദര്യം വരികയുള്ളൂ എന്നോ ഉള്ള തോന്നൽ കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഏതോ ഒരു റിസോർട്ടിൽ നിന്നുള്ള അനുവിന്റെ ചില ഫോട്ടോകൾ കാണുമ്പോഴാണ് ഇത് തോന്നുന്നത്. അനുവിന്റെ ഡ്രസ് കോഡിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അഭിനേത്രി എന്ന നിലയിൽ കുഴപ്പമുള്ള കാര്യമല്ല. ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത്. വസ്ത്രധാരണത്തെ വിമർശിച്ചവരെ അനു അമ്മാവന്മാർ, അമ്മായിമാർ എന്ന് വിളിച്ചത് കണ്ടു. അനുവേ, നിനക്ക് 30 വയസ്സായില്ലേ? ഇനി അമ്മാവൻ, അമ്മായി എന്നൊക്കെ മറ്റുള്ളവർ വിളിച്ചു കളിയാക്കുന്നതും ഒക്കെ ബോറാണ്. ധാർഷ്ട്യം അടുത്തിടെയായി അനുമോൾക്ക് അല്പം കൂടുതലാണെന്നാണ് ആരാധകർ പറയുന്നത്.